the Lord. Hallelujah. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് എന്നെ കേൾക്കുന്ന എല്ലാവർക്കും വീണ്ടും വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം. ഒരു അവസരം കൂടെ നമുക്ക് ഓരോരുത്തർക്ക് ദൈവം തന്നല്ലോ. എന്റെ സാക്ഷ്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് ഇന്നോ ഇന്നലെയോ നടന്ന വിഷയമല്ല, പക്ഷെ എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ I always call it as my biggest loss in my life, the biggest pain in my life, or I can say the biggest scar that is in my life. ഈ സാക്ഷ്യങ്ങൾ പറയുമ്പോൾ നമുക്ക് രണ്ട് കാര്യമാണ് നടക്കുന്നത്. ഒന്ന്, we will decrease, and secondly, at the same time, simultaneously, what happens is he will increase. ദൈവത്തിന്റെ നാമം മഹത്വത്തിനാണല്ലോ നമ്മൾ സാക്ഷ്യങ്ങൾ പറയുന്നത്. കഴിഞ്ഞ ആഴ്ചകളായി നമ്മൾ അനേകര് ദൈവം നടത്തിയ വഴികളെ കുറിച്ച് പറഞ്ഞു. അപ്രകാരം ദൈവം എളിയവന്റെ ജീവിതത്തിൽ ദൈവം നടത്തിയ വിധങ്ങൾ പറയാൻ ദൈവം ഈ അവസരം തന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ബൈബിളിൽ നമുക്കറിയാം, കുരിൽ താഴ്വരയിൽ കൂടെ നടന്ന ദാവീദിനെ നമുക്കറിയാം. അത് പിന്നത്തതിൽ സങ്കീർത്തനങ്ങളായി മാറി, ദൈവത്തിന് സ്തുതികളായി മാറി എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ പ്രതിസന്ധികൾ, ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ ഇന്നത്തെ പ്രതിസന്ധിയും അത് നാളെ ദൈവം സാക്ഷികളായി മാറ്റട്ടെ എന്ന് പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ സാക്ഷ്യം പറയാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ 10ാമത്തെ വയസ്സിൽ, നമുക്ക് 10ാമത്തെ വയസ്സെന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെ 10ാമത്തെ വയസ്സ് ഞാൻ ചോദിക്കുവാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ പറയും പേരൻസ്, ക്ലാസ് റൂം, സ്കൂൾ ലൈഫ്, ഒരു ടെൻഷൻ ഇല്ലാത്ത, ഒരു പ്രയാസമില്ലാത്ത ഒരു ലൈഫ്. അത് ചിലപ്പോൾ we might not be rich, നമുക്ക് അത്രയും കാശ് കാണത്തില്ലായിരിക്കാം. we might some come from a poor background, but still there is that ടെൻഷൻ ഇല്ലാത്ത ഒരു ടൈം നമ്മുടെ ആ ചൈൽഡ്ഹുഡ് പീരീഡ് എന്ന് പറയുന്നത്. പക്ഷെ എൻ്റെ ജീവിതത്തിൽ that was actually one of the most painful moments. ഒരിക്കലും തിരിച്ച് പോകാൻ ആഗ്രഹിക്കാത്ത, നമ്മൾ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ സ്കൂളിൽ പഠിച്ചിറങ്ങുമ്പോഴൊക്കെ ചിലർ പറയും, ഐ വിഷ് our school days never end, college days never end. പക്ഷെ ഒരിക്കലും ഞാനത് പറയത്തില്ല. I was always wishing that the days would pass by as soon as possible, where I can stand on my own legs. 1985 മുതൽ 91 വരെ we were in United Arab Emirates. എൻ്റെ വാത്സല്യ പിതാവ് പാസ്റ്റർ മാത്യു തോമസ് മായാലിൽ ബോംബെയിലായിരുന്നപ്പോൾ പ്രൊഫസർ മാത്യു തോമസ്, പൂനെ യൂണിവേഴ്സിറ്റിയിലെ റാങ്ക് ഹോൾഡർ ആയിരുന്ന എൻ്റെ വാത്സല്യ പിതാവ്, he was academically highly qualified, and yet he chose to serve the Lord. He always had that desire, ദൈവത്തിനു വേണ്ടി ജീവിക്കണം എന്ന വളരെ തീഷ്ണതയോടെ, വളരെ ആഗ്രഹത്തോടെ, തീവ്രതയോടെ ദൈവവേല ചെയ്യുന്ന ഒരു ദൈവദാസനായിരുന്നു എൻ്റെ വാത്സല്യ പിതാവ്. മലയാളത്തിൽ പ്രസംഗിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്കറിയാം ട്രാൻസ്ലേഷൻ, എൻ്റെ പപ്പ മലയാളത്തിൽ പ്രസംഗിച്ചും അപ്പ തന്നെ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യും, ഹിന്ദിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യും. അങ്ങനെ highly talented ആയ somebody who was born before his age എന്ന് പറയാൻ തക്കവണ്ണം ഉള്ളൊരു ദൈവദാസനായിരുന്നു. 28th July 1991 he died, leaving behind his 38-year-old wife who and 4 children between the age of 10 and 1. ഏറ്റവും ഇളയ കുഞ്ഞിന്റെ വയസ്സ് വെറും 1 വയസ്സ് 4 ദിവസം. ഞാൻ എൻ്റെ വീട്ടിലെ മൂത്തത്. അന്ന് എനിക്ക് 10.5 വയസ്സ്. വളരെ ഷോക്കിംഗ് ആയിരുന്ന ഒരു ഇൻസിഡന്റാ ഇത്. ആക്സിഡന്റിൽ മരിക്കുക എന്ന് പറയുന്നത്, നമ്മൾ ഈ അസുഖത്തിൽ മരിക്കുമ്പോൾ നമുക്ക് പ്രിപ്പയർഡ് ആകാൻ പറ്റും. ഇത് പെട്ടെന്ന് ഉള്ള ഒരു മരണമായതും കൊണ്ട് ഞങ്ങളുടെ റിലേറ്റീവ്സിനും എല്ലാവർക്കും ഷോക്ക്ഡ് ആയിരുന്നു. ഞാൻ അനേക അപ്പനില്ലാത്ത ആൾക്കാരെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഐ ഫീൽ ദ പെയിൻ ഇൻ ആർ ലൈഫ് വാസ് മച്ച് മോർ. കാരണം എൻ്റെ ഫാദർ മരിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ മദറിന് ജോലി ഇല്ലാതിരുന്നതും കൊണ്ട് മദർ തിരിച്ച് ദുബായിലേക്ക് പോയി. ദുബായിലേക്ക് പോകുമ്പോൾ 4 കുഞ്ഞുങ്ങളെ ഒരുമിച്ച് നോക്കുവാൻ ആർക്കും കഴിയാതെ ഇരിക്കുന്നതും കൊണ്ട് 4 പേരെ 4 സ്ഥലത്താക്കി. അങ്ങനെ എന്നെ ബോർഡിങ്ങിൽ, ബിഷപ്പ് മൂർ വിദ്യാപീഠ് ബോർഡിങ്ങിലും, എൻ്റെ സിസ്റ്ററിനെ വേറൊരു അതിൽ തന്നെ ലേഡീസ് ഹോസ്റ്റലിലും, അതുപോലെ എൻ്റെ 2 ബ്രദേഴ്സിനെ വേറെ 2 വീടുകളിലുമാക്കി
ഞങ്ങൾ 6 പേര് ആയിരുന്ന കുടുംബം ഒരു ശത്രുവായവൻ കുറച്ച് ദിവസങ്ങളിലുള്ളിൽ തന്നെ 6 സ്ഥലങ്ങളിലായി ചിതറി ഇല്ലാതാക്കിയ ആ നിമിഷങ്ങൾ പുറകോട്ട് ഓർക്കുമ്പോൾ എത്ര വർഷം കഴിഞ്ഞാലും അത് നമുക്ക് I can never forget the pain that we had to go through. Hallelujah. ദൈവം ഇത്രത്തോളം നമ്മളെ സഹായിച്ചു, ഇത്രത്തോളം നമ്മളെ കൊണ്ടുവന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്റെ മാതാവിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. എന്റെ പപ്പ അതുപോലെ നല്ല ജോലി ചെയ്യുന്നതും കൊണ്ടും അതുപോലെ ഒരു ചർച്ചിന്റെ പാസ്റ്റർ ആയിരുന്നതും കൊണ്ട് പപ്പ പറഞ്ഞു, നീ ജോലിക്ക് പോകണ്ട. സോ അങ്ങനെ വളരെ പ്രയാസത്തിലായിരുന്ന ആ സമയം ഓർക്കുമ്പോൾ പുറകോട്ട് നോക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ കഴിയുകയില്ല. എന്റെ മാതാവിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, തിരിച്ചു പോയി മമ്മി ആദ്യം മുതൽ ജോലിക്ക് നോക്കണമായിരുന്നു. കാരണം പപ്പ മാസ്റ്റേഴ്സ് പഠിച്ചതാണെങ്കിൽ പോലും പപ്പ പറഞ്ഞു, നീ പാസ്റ്ററിന്റെ വൈഫാ, നമുക്ക് ചർച്ചിൽ അനേക ആവശ്യങ്ങളുണ്ട്. എല്ലാ ദിവസവും എന്റെ ഫാദർ ഭയങ്കര തീവ്രതയോടെ ജോലി ടൈം കഴിഞ്ഞിട്ട് ഹൗസ് വിസിറ്റിങ്ങിന് പോകും. ഹൗസ് വിസിറ്റിങ്ങിന് പോയിട്ട് അന്നത്തെ സമയത്ത് ദുബായ് അല്ല ഇന്നത്തെ സമയത്ത് ദുബായ്. അന്ന് ഫാമിലികൾ കുറവാ, ബാച്ചിലേഴ്സ് ഒത്തിരി ബാച്ചിലേഴ്സ് ഉണ്ട്. അവരെ എല്ലാം പപ്പ വീട്ടിൽ വിളിച്ചുകൊണ്ട് വരും, അവർക്കെല്ലാം ഫുഡ് ഉണ്ടാക്കണം. അങ്ങനെ വളരെ ബിസി ആയിരുന്ന സ്കെഡ്യൂൾ ആയതും കൊണ്ട് മമ്മിയെ ജോലിക്ക് വിട്ടില്ല. അപ്പൊ പപ്പ പെട്ടെന്ന് മരിച്ചു കഴിഞ്ഞപ്പോൾ നാളത്തെ കുറിച്ച് എന്റെ പപ്പ മരിക്കുമ്പോൾ ഞങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഒരു അന്നത്തെ കാലത്ത് എനിക്ക് ഞാൻ കേട്ടത് 1985 1990 ആ സമയത്തൊക്കെ നാട്ടിലൊക്കെ 100 രൂപയ്ക്ക് 1 സെന്റ് ഭൂമി കിട്ടും. 100 rupees, 100, 200, 300 rupeesനൊക്കെ 1 സെന്റ് ഭൂമി കിട്ടുന്ന സമയത്ത് എന്റെ പപ്പ 1 സെന്റ് ഭൂമി പോലും വാങ്ങിച്ചില്ല. ദൈവത്തിനു വേണ്ടി എത്രത്തോളം കൊടുക്കാമോ അത്രത്തോളം കൊടുക്കുവാൻ, ആര് വന്നാലും അവർക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും. ഞങ്ങൾ ഇപ്പോഴും ഓർക്കുന്നു, പപ്പായുടെ ഡെഡ് ബോഡിയുടെ ചുറ്റിനും ഞങ്ങൾ ഇരിക്കുമ്പോൾ ആൾക്കാർ സാക്ഷ്യം പറയുമ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്, ഈ മനുഷ്യന് ഞാൻ പൈസ കൊടുക്കാൻ കിടപ്പുണ്ട് എന്ന് പറയുമ്പോഴാണ് ഞങ്ങൾ കരയുന്ന കണ്ണുകളൊക്കെ തുടച്ച് ഞങ്ങൾ നോക്കുമ്പോൾ ഞങ്ങൾക്ക് കാണുന്നത് അത്രമാത്രം ആൾക്കാരെ സഹായിക്കുന്ന ഒരു മനുഷ്യനായതും കൊണ്ട് കുടുംബത്തിനു വേണ്ടി കരുതുവാനോ അതിന് തുണിയില്ല. ഇപ്പോഴും ഞാനൊക്കെ ഓർമ്മയുണ്ട്, മാവേലിക്കരയിൽ ഒരു അച്ചായൻ, അവിടുത്തെ ഈ മുനിസിപ്പാലിറ്റി വണ്ടി ഓടിക്കുന്ന ഒരു അച്ചായൻ ഒരു 3 നില കെട്ടിടം മാവേലിക്കരെ പണി കഴിഞ്ഞിട്ട് അച്ഛൻ പപ്പയോട് പറഞ്ഞു, പപ്പ പാസ്റ്ററെ, നിങ്ങൾക്ക് 4 പിള്ളേരുണ്ടല്ലോ, നിങ്ങൾക്ക് എന്റെ നാട്ടിലൊന്നും കരുതണ്ടേ, ഞാൻ ഇപ്പോൾ 3 നില കെട്ടിടം വാങ്ങിച്ചു, നല്ല എളുപ്പം നമുക്ക് മേടിക്കാനുള്ള ഇതുണ്ടെന്നൊക്കെ പപ്പയോട് പറയുമ്പോൾ പപ്പ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. എനിക്ക് അന്ന് 10 വയസ്സായിരുന്നു. പപ്പയുടെ എന്റെ മുന്നിൽ വെച്ച പറഞ്ഞു, ഞാൻ ദൈവവേലയെ ചെയ്യുന്ന എന്റെ കുഞ്ഞുങ്ങളെ ദൈവം നോക്കിക്കോളും എന്ന് പപ്പ പറഞ്ഞു. അത് വാസ്തവമായി അപ്രകാരം തന്നെ നടന്നു എന്ന് എനിക്ക് സാക്ഷി പറയാൻ കഴിയും. എന്റെ മാതാവ് ഞാൻ പറഞ്ഞല്ലോ, തിരിച്ചവിടെ പോയപ്പോൾ എന്നെ ബിഷപ്പ് മുറി വിട്ടു. ആ രാത്രികളിൽ 2 വർഷം ഞാൻ ഓർക്കുവാണെങ്കിൽ ഞങ്ങളൊരു ഡോർമെട്രിയിലാണ് കിടക്കുന്നത്. ടിൽ ഇയർ 6 അല്ലെങ്കിൽ ടിൽ ഇയർ 7. 5ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ ഉള്ളവർക്ക് ഒരു ഡോർമെട്രി മുറിയാണ്. അങ്ങനെയുള്ള മുറിക്കകത്ത് 25 ആൾക്കാരോടൊപ്പം ഞാൻ കിടക്കുന്നത്. അപ്പം 25 ബെഡുകൾ ഇങ്ങനെ അടുക്കിയിട്ടിട്ടുണ്ട്. അതെല്ലാം ഒരു മുറിക്കകത്ത്. അപ്പം ഞാൻ 9:30-10 മണിയാകുമ്പോൾ, എനിക്ക് ശരിക്കും ടൈം ഓർമ്മ വരുന്നില്ല, പക്ഷെ 9-10 മണിയാകുമ്പോൾ ലൈറ്റ് ഓഫ് ആവും. അപ്പോൾ എല്ലാവരും ഉറങ്ങണം. എല്ലാവരും ഉറങ്ങാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യും. എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ തലോണ വായിക്കകത്തോട്ട് കുത്തിക്കയറ്റി വെച്ചിട്ട് ഞാൻ കരയും. അങ്ങനെ കരഞ്ഞ ഞാൻ 10 വയസ്സായ ഞാൻ കിടന്ന് ഉറങ്ങിയിട്ടുള്ളത്. ഒരു സൈഡ് മുഴുവൻ നനഞ്ഞു കഴിയുമ്പോൾ ആ തലോണ ഞാൻ തിരിച്ചിട്ടിട്ട് എന്റെ ഒരു സമാധാനം കിട്ടാൻ, അല്ലെങ്കിൽ ഒരു there was nobody to explain all this loss and the pain that I had to go through at a very young age. അങ്ങനെ രാത്രി ഞാൻ ഉറങ്ങി അങ്ങ് പോകും. നെക്സ്റ്റ് ഡേ രാവിലെ എല്ലാവരും സ്കൂളിൽ പോകുമ്പോൾ എഴുന്നേറ്റ് സ്കൂളിൽ പോകും. 4 മണിയാകാൻ ഞാൻ വെയിറ്റ് ചെയ്യും. 4 മണിയാകുമ്പം ഹോസ്റ്റലിലുള്ള എല്ലാ പിള്ളേരും കളിക്കാൻ പോകുമ്പം ഞാൻ അവിടെ മാറി നിൽക്കും. കാരണം ആ സമയത്ത് ഇച്ചിരൂടെ കരയാം. ഡോർമെട്രിയിൽ ആരും കാണുകയില്ല. 4 മുതൽ 5:30 വരെ കരയുമായിരിക്കും. കാരണം വേറെ ഒന്നും ചെയ്യാൻ എനിക്ക് അറിയുകയില്ല. അന്ന് എന്റെ കയ്യിൽ ഒരു കിങ് ജെയിംസ് ബൈബിൾ, എന്റെ പപ്പ ചെറുപ്പത്തിൽ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. ചർച്ചിൽ പാസ്റ്ററായിട്ടിരിക്കുമ്പോൾ ഞങ്ങൾ അടങ്ങിയിരിക്കണമെന്നും റെഫറൻസ് എഴുതണമെന്നും, മലയാളത്തിലായതുകൊണ്ട് എനിക്ക് മലയാളം അന്ന് വശമില്ല.
അടുത്തിരിക്കുന്ന അങ്കിൾമാരോട് ചോദിക്കും, റെഫറൻസ് ചോദിക്കും, എഴുതിയെടുക്കും. അപ്പൊ അങ്ങനെ ഒരു ബൈബിൾ എനിക്കുണ്ടായിരുന്നു. ആ ബൈബിൾ വായിക്കും, സങ്കീർത്തനങ്ങൾ വായിക്കും. അത് മാത്രമായിരുന്നു. That was the only solace that I had. That was the only comfort that I was able to get in those days. 2 വർഷം അവിടെ കടന്നു പോകുമ്പോൾ ഞാൻ ഒരു അറ്റത്തിൽ വേദനയാണെങ്കിലും വേറൊരു കാര്യങ്ങളിൽ another phase where ഞാൻ നോക്കുമ്പോൾ later years I could realize that God had taught me life skills. God was teaching me how I could stand on my own legs. ബാക്കിയുള്ള എൻ്റെ പ്രായക്കാർ ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ദൈവം നമുക്ക് പ്രയാസങ്ങൾ വരുമ്പോൾ ഓർക്കണം, നമ്മളെ ദൈവം ട്രെയിനിങ് ചെയ്യുകയാണെന്ന്. നോട്ട് ടു ഡിപ്പെൻഡ് ഓൺ അതർ പീപ്പിൾ, നോട്ട് ടു ലുക്ക് അറ്റ് അതർ പീപ്പിൾ ആൻഡ് വറി, ടു ലിവ് വിത്തിൻ ദ മീൻസ്. ഇപ്രകാരം പല കാര്യങ്ങൾ ദൈവം ആ ചെറിയ പ്രായത്തിൽ പഠിപ്പിച്ചു. അതുപോലെ തന്നെ നമ്മൾ പ്രയാസത്തെ കൂടെ പോകുമ്പോൾ വി നോ ദ പെയിൻ ഓഫ് അതർ പീപ്പിൾ. ഞാൻ ഓർക്കുന്ന ഒരു സ്റ്റോറി പറയട്ടെ. നമ്മൾക്കറിയാമല്ലോ ബൈബിളിൽ ദ ഗുഡ് സമാരിറ്റൻ സ്റ്റോറി. ഒരേ ഒരു വഴി, ഒരേ പ്രശ്നം. ആ പ്രശ്നം എന്ന് പറയുന്നത് ആ വേദനിച്ച് കിടക്കുന്ന ഒരു മനുഷ്യൻ, അതിൽ കൂടെ പ്രസംഗിക്കുന്നവര്, അതിൽ കൂടെ വചനം അറിയാവുന്നവര് 2 പേര് പോയി. അവരുടെ ജോലി പഠിക്കുക, ദൈവവചനം പഠിക്കാനാ, ദൈവവചനം പഠിപ്പിക്കാനാ. ആ പോയവരുടെ പുറകിൽ കൂടെ വേറൊരാൾ യാത്ര ചെയ്തു. ദ ഗുഡ് സമാരിറ്റൻ എന്ന് യേശു വിളിച്ച ആ മനുഷ്യൻ യാത്ര ചെയ്തത്. ഇറ്റ് ഇസ് സോ, നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ഇറ്റ് ഇസ് സോ ഈസി to be in a church where we are all studying about love, all studying about charity, all studying about merciful God and about to be mercy. പക്ഷെ എത്രത്തോളം നമുക്ക് merciful ആകാൻ കഴിയും, എത്രത്തോളം നമുക്ക് സ്നേഹിക്കാൻ കഴിയുമെന്ന് നമ്മുടെ ജീവിതത്തിൽ അവസ്ഥകളിൽ കൂടെ ദൈവം കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ, that is where we know the pain of being poor, the pain of suffering, the pain of loneliness. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രയാസം വരുമ്പോൾ ഓർക്കണം, ആ പ്രയാസത്തിൽ കൂടെ കടന്നു കഴിയുമ്പോൾ ദൈവത്തിന് നമ്മളെ കുറിച്ച് ഒരു God has a purpose, God has a plan, so that there are people like us who are going through the same situation. അങ്ങനെയുള്ളവരുടെ മുന്നിൽ, കണ്ണടച്ചു പോകുന്ന സമൂഹത്തിന്റെ മുന്നിൽ കണ്ണടയ്ക്കുവാനല്ല, അവരെ കൈത്താങ്ങൾ കൊടുക്കുവാൻ, അവരെ ചേർന്ന് പിടിപ്പാൻ, അവരുടെ കരങ്ങളിൽ പിടിച്ചുകൊണ്ട് അവർക്കൊരു മോട്ടിവേഷൻ ആകുവാൻ, അതും നമ്മളെ കുറിച്ചുള്ള ഉത്തരവാദിത്വമാണ്, നമ്മൾക്ക് തന്നിരിക്കുന്ന ഒരു റെസ്പോൺസിബിലിറ്റിയാ എന്ന് ദൈവജനം മറക്കരുത്. ഞാൻ ആ ദിവസങ്ങളിൽ ദൈവത്തോട് ചോദിച്ചൊരു ചോദ്യമാ, എന്തും കൊണ്ട് ദൈവമേ, വൈ ഗോഡ്? എന്റെ വാത്സല്യ, ഞാൻ എന്റെ പപ്പായോണ്ട് പറയുകയല്ല, എന്റെ പപ്പായെ അറിയാവുന്ന അനേക ദൈവദാസന്മാരുണ്ട്. ഞങ്ങളുടെ ഇപ്പോഴത്തെ മെൽബൺ ചർച്ചിൽ ഞങ്ങൾ വിളിച്ചിട്ടുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ. അവരൊക്കെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. എന്റെ പപ്പ അതുപോലെ തീവ്രതയോടെ ജോലി, ഞാൻ പറഞ്ഞല്ലോ, 1 സെന്റ് ഭൂമിയോ 1000 രൂപയോ പോലും അക്കൗണ്ടിൽ ഇടാതെ മരിച്ച ദൈവദാസൻ. അന്നത്തെ കാലത്ത് നല്ല ജോലി ചെയ്ത, ഫോറിൻ കോൺട്രാക്റ്റിൽ മിനിസ്ട്രി ഓഫ് ഹെൽത്തിന്റെ ലാബ് ഇൻചാർജും അതുപോലെ മൈക്രോബയോളജിസ്റ്റ് ആയിരുന്ന എന്റെ പപ്പ. ഞാൻ ചോദിച്ച ദൈവത്തോടുള്ള ചോദ്യമാ, ദൈവമേ, ഇപ്രകാരമാണോ നിന്റെ ദാസനെ നീ ട്രീറ്റ് ചെയ്യേണ്ടത്? 42ാമത്തെ വയസ്സിൽ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ആ ദൈവദാസന്റെ മക്കൾ ഇപ്രകാരം കഷ്ടപ്പെടണോ? ഒന്നും അറിയാത്ത ഞങ്ങൾ ചെറിയ പ്രായത്തിൽ തന്നെ വേദന മാത്രം പിടിച്ചുകൊണ്ട് ദൈവത്തോട് അനേക ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങനെ പറഞ്ഞ ഒരു ചോദ്യം ഇപ്പോഴും ഞാൻ ഓർക്കുന്നു, ഈ ബൈബിൾ ഞാൻ ജീവിതത്തിൽ എടുക്കുകയില്ല. എനിക്ക് ദൈവമേ, നീ ഇതാ ട്രീറ്റ് ചെയ്യുക, if this is how you treat your servant, then I do not want you എന്ന് പറഞ്ഞ റിബലായിരുന്ന ഒരു കാലം ഞാൻ ഓർക്കുന്നു. വളരെ ദേഷ്യത്തോടെ എന്റെ റിലേറ്റീവ്സിനെ കണ്ട ഒരു കാലം. നമ്മൾക്ക് സഹായിക്കാൻ കഴിഞ്ഞിട്ടും അവർ സഹായിക്കുന്നില്ലല്ലോ എന്നോർത്തിരുന്ന സമയം. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ചർച്ചിൽ തന്നെ എന്റെ പപ്പ അതുപോലെ ചർച്ചിന് സഹായിച്ചിട്ടുണ്ട്, ചർച്ചിലുള്ളവരെ സഹായിച്ചിട്ടുണ്ട്. പക്ഷെ അവരാരും തിരിഞ്ഞു നോക്കാതിരുന്നപ്പോൾ ആ സമയത്ത് I was so angry with all of them. I didn't even want to attend church. അത് പറയുമ്പോൾ തന്നെ ആ ബാക്കിയുള്ള വേദനകൾ. മമ്മി തിരിച്ച് ഞങ്ങളെ 2 വർഷത്തിന് ശേഷം ദുബായിലേക്ക് കൊണ്ടുപോയി. Even when we were there, with one person's very near them. നിങ്ങൾക്കറിയാം, ദുബായിലുള്ളവർക്കറിയാം, 4000 ദിർഹംസ് വേണം ഒരു ഫാമിലിയെ സ്പോൺസർ ചെയ്യുവാൻ UAE-ൽ. പക്ഷെ എന്റെ മമ്മിക്ക് 4000ന്റെ അടുത്തില്ല. അതിന്റെ ഒരു 3600 എത്തുന്നുള്ളൂ. ഞാൻ ഒരു നാണവുമില്ലാതെ പറയുന്നത്, എന്റെ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടണം എന്ന്
ആഗ്രഹിച്ചുകൊണ്ട് മാത്രമാണ് ആ ദിവസങ്ങളിൽ മമ്മി ഞങ്ങളെ 4 പേരെയും കൊണ്ട് ഇമിഗ്രേഷൻ ഓഫീസിൽ പോകും വിസ അടിച്ചു തരാനായിട്ട്. അവിടെ ഇരിക്കുന്ന മുദീർ പാസ്പോർട്ടും കോൺട്രാക്ട് നോക്കിയിട്ട് പറയും, ഞാൻ എങ്ങനെ നിങ്ങൾക്ക് അടിച്ചു തരും, നിങ്ങൾക്ക് യു ഡോണ്ട് ഹാവ് ദ മിനിമം സാലറി ടു സപ്പോർട്ട്. എന്റെ മമ്മി പറയും, ഈ 4 പിള്ളേരെ നിങ്ങൾ നോക്ക്, ഈ ഭൂമിയിൽ എനിക്ക് ആരുമില്ല, ഇവരെ നോക്കുവാൻ എന്ന് പറയും. ഭൂമിയിൽ സീൽ ചെയ്ത് വിസ സീൽ ചെയ്ത് അവര് തരും. ദൈവം രാജാക്കന്മാരുടെ മനസ്സ് എന്ന് പറയുന്നത് പോലെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് കാണുവാൻ ദൈവം സഹായിച്ചു. വളരെ ബുദ്ധിമുട്ടി ഞങ്ങളെ പഠിപ്പിച്ചു. ഇപ്പോഴും ഓർക്കുന്നു, ഒരു ദിവസം എന്റെ പെങ്ങൾ സ്കൂൾ ബസ്സിലേക്ക് കയറുന്ന ഓർക്കുന്നുണ്ട്. സ്കൂൾ ബസ്സിൽ കയറുമ്പം ഡ്രൈവർ ബസ് സ്റ്റാൻഡിൽ നിന്ന് കയറുന്ന അനേക പിള്ളേരുടെ ഒരുമിച്ച് എന്റെ പെങ്ങള് കയറി. ഡ്രൈവർ ഒരു പേപ്പർ എടുത്തിട്ട് പറഞ്ഞു, ഡൈന മാത്യു, യു നീഡ് ടു ഗെറ്റ് ഡൗൺ. ഡൈന പറഞ്ഞു, എന്താ എന്ന് പറഞ്ഞപ്പോൾ ഫീസ് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വളരെ നിന്ദിച്ച കാലങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അനേക കിലോമീറ്ററുകൾ എന്റെ മമ്മി ഒരു 3 ദിർഹം സേവ് ചെയ്യുവാൻ വേണ്ടി, ടാക്സിക്ക് 3 ദിർഹംസ് ആകും. ആ 3 ദിർഹം സേവ് ചെയ്യാൻ വേണ്ടി എന്റെ മമ്മി അനേക കിലോമീറ്ററുകൾ നടന്ന്, ചൂടുള്ള ദുബായിലെ ചൂട് നിങ്ങൾക്കറിയാം, അതുപോലെ നടന്നു പോയിട്ടുണ്ട്. പലവട്ടങ്ങൾ ടാക്സിക്കൊക്കെ വെയിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് വളരെ ദേഷ്യം വന്നിട്ടുണ്ട്. ഞാൻ പറയും, കർത്താവേ ദൈവമേ, എന്തിന് ഇത്രത്തോളം ഞങ്ങൾ അനുഭവിക്കണം, എന്തിന് ഇത്രത്തോളം നാണം കേടണം എന്ന് ഞാൻ ചോദിച്ച സമയങ്ങളുണ്ട്. ഞാനിപ്പോൾ ഓർക്കുന്നു, ഈ ചർച്ചിൽ ഞങ്ങള് കുഞ്ഞുങ്ങൾ, ഞങ്ങൾ പിള്ളേരാകുമ്പോൾ നമ്മളെല്ലാം ഫ്രണ്ടിൽ നിൽക്കുമല്ലോ. ചില ഞങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ 5 ദിർഹംസ്, അന്നത്തെ 5 ദിർഹംസ് ഒക്കെ ഇങ്ങനെ വീശി സ്വത്രച്ച് സഞ്ചിക്കാതിടുമ്പോൾ ഞാൻ 1 ദിർഹം ഞാൻ കൈ ആരും കാണാതെ 1 ദിർഹം കൈ പിടിച്ച് പറഞ്ഞു, കർത്താവേ, ഇത് തന്നെ കഷ്ടപ്പെട്ടായിരുന്നു, എപ്പോഴെങ്കിലും എന്റെ ജീവിതത്തിൽ വ്യത്യാസം വന്നാൽ കൂടുതലിടാം എന്ന് ഞാൻ കരഞ്ഞുകൊണ്ട് സ്വത്രച്ച് സഞ്ചിക്കാത്ത പൈസ ഇട്ട സമയമുണ്ട്. ആ സമയങ്ങളൊക്കെ ഞാനിപ്പോൾ ഓർക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ മതി വരുന്നില്ല. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, I became a rebel at one point in the school. I was a headache for the teachers. വളരെ ഈ ഇൻജസ്റ്റിസ് എവിടെയെങ്കിലും കണ്ടാൽ അപ്പം എനിക്ക് I get so upset and I take it. അത് ഏത് എന്താ പറയുക, ടീച്ചറാകട്ടെ എവിടെ ആകട്ടെ, I would not stand injustice. അങ്ങനെ വളരെ തീവ്രതയോടെ ആയിരുന്ന സമയങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഞാൻ സ്ഥാനപ്പെടാനൊക്കെ ആൾക്കാർ ആവശ്യപ്പെടുമ്പോൾ ഞാൻ പറയുന്നില്ല, ഞാൻ സ്ഥാനപ്പെടുന്നില്ല, എനിക്ക് തോന്നുമ്പോൾ ഞാൻ സ്ഥാനപ്പെട്ടോളാം എന്ന്. അന്നത്തെ കാലത്തൊക്കെ, ഇപ്പോഴും എനിക്കറിയില്ല, ഈ കൊച്ചു പിള്ളേരെ നമ്മുടെ ഈ 5ാം ക്ലാസ്സിലും 6ാം, എന്റെ കൂടെ പഠിച്ചവരെല്ലാം 5ലും 6ലൊക്കെ സ്ഥാനപ്പെടുത്തി. ഞാൻ ബിഷപ്പ് മുറിയിൽ നിന്ന് തിരിച്ച് ദുബായിലൊക്കെ 7ാം ക്ലാസ്സിൽ വന്നപ്പോൾ എന്റെ കൂട്ടുകാർ ഓൾറെഡി എല്ലാവരും സ്ഥാനപ്പെട്ടു. അവര് എന്തോ ഓർത്തോണ്ടാ സ്ഥാനപ്പെട്ടത്. എനിവേ, ഒരു കോമ്പറ്റീഷൻ ഉണ്ടല്ലോ. എന്റെ അന്നത്തെ അങ്കിൾമാരൊക്കെ പറയുമായിരുന്നു, യോ പിതാവ് മരിച്ചുപോയി, മക്കൾ വഴിയാധാരമായി എന്ന് പറയാൻ ഇടവരുത്തരുത്, എത്രയും വേഗം നിങ്ങൾ സ്നാനപ്പെടണം എന്നൊക്കെ പറയുമ്പോൾ I never used to give in for that. I'm a 3rd generation Pentecost, but at that point I would say, എനിക്ക് തോന്നുമ്പോൾ ഞാൻ സ്നാനപ്പെടും, നിങ്ങൾ എന്നെ ഫോഴ്സ് ചെയ്യണ്ട എന്ന് ഞാൻ അങ്കിളുമാരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, ചർച്ചിലെ അങ്കിളുമാരോട്. സ്കൂളിൽ ഞാൻ റിബൽ ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്റെ ചില രാത്രികളിൽ ഞാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ എന്റെ മമ്മി എന്റെ കാലെ പിടിച്ചുകൊണ്ട് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന രാത്രികൾ ഞാൻ ഓർക്കുന്നു. പെട്ടെന്ന് ഞാൻ കാല് കുടഞ്ഞു പറയും, മമ്മിക്ക് വേറെ പണിയൊന്നുമില്ലേ, പോയി കിടന്ന് ഉറങ്ങ് എന്ന് ഞാൻ തൊഴിച്ച് കാല് മാറ്റിയ സമയങ്ങളുണ്ട്. എന്റെ മമ്മി ഇപ്പൊ കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. ഞങ്ങളെ 4 പേർക്കും വേണ്ടി, ഞങ്ങൾക്ക് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, how difficult it was to raise 4 children and to ensure that none of us would go backsliding, none of us would go and love the world and hate God or hate his ways. പക്ഷെ ദൈവത്തിന്റെ ആ സ്നേഹം ഞങ്ങളെ തേടി വന്നു. ഞങ്ങൾ മാറി നിന്നപ്പോൾ ആ ചെറിയ പ്രായത്തിൽ ആ പരിജ്ഞാനം ഞാൻ പറയുന്നത്, I'm talking about my school age. I would was a rebel because sometimes നമുക്കറിയാം, ഈ ടീച്ചർമാര്
ചില സമയത്ത്, how they can act a little over smart and how they would tease people who do not know how to speak. ആ സമയത്തൊക്കെ ഞാൻ ഡിഫെൻഡ് ചെയ്യും അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ഞാൻ. പക്ഷെ ഇപ്പോൾ എനിക്ക് പുറകോട്ട് ഓർക്കുമ്പോൾ എൻ്റെ ദൈവത്തിന്റെ ആ സ്നേഹം എന്നെ പൊതിഞ്ഞതും കൊണ്ട് ആ സ്കൂളിൽ ഞാൻ എങ്ങനെയെങ്കിലും തോൽക്കണം എന്ന് ആഗ്രഹിച്ച ടീച്ചർമാരുണ്ട്. അവരുടെയൊക്കെ മധ്യത്തിൽ SSLCക്കും ഹയർ സെക്കൻഡറിക്കും ഡിസ്റ്റിങ്ഷനോടെ പാസ്സാകുവാൻ എൻ്റെ ദൈവം സഹായിച്ചു. അത് ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അന്നത്തെ കാലത്ത് ഞാൻ ഓർക്കുന്നത് എൻ്റെ മമ്മിക്കൊക്കെ അത് വളരെ സന്തോഷമായിരുന്നു. മമ്മിക്ക് അത് ഇല്ലാത്ത പൈസ കൊടുത്ത് ട്യൂഷനും അല്ലെങ്കിൽ സ്കൂളിൽ വിട്ടിട്ട് പിള്ളേർ പഠിച്ചില്ലെങ്കിലുള്ള വേദന പേരൻസിനുണ്ടല്ലോ. എനിക്കറിയാം എൻ്റെ കുഞ്ഞുങ്ങൾ ഇപ്പോൾ ഞാൻ പേരന്റ് ആയപ്പോൾ, ഒരു ഫാദർ ആയപ്പോൾ എനിക്കറിയാം എൻ്റെ മമ്മി പോയ ആ വേദന. ഞാൻ ഈ സാക്ഷ്യം പറഞ്ഞ് നിർത്തുന്നതിന്റെ മുന്നമേ I need to tell you about today. The situation that I painted in your minds was, at that point. പക്ഷെ ദൈവം ഞങ്ങളെ സ്നേഹിച്ചു, ദൈവം ഞങ്ങളെ ഇത്രത്തോളം സഹായിച്ചു. എങ്ങനെ ഒരു മാതാവിന്, എൻ്റെ കൂട്ടുകാർ പല ആനന്ദ തൈലം കൊണ്ട് ദൈവാഭിഷേകം ചെയ്യുന്നു എന്ന് വാക്യത്തിൽ പറയുന്നത് പോലെ തന്നെ എൻ്റെ കൂടെ പഠിച്ച 10ാം ക്ലാസ്സിൽ പഠിച്ച 12ാം ക്ലാസ്സിൽ പഠിച്ച അനേകർ, I do not know, maybe it might not be important for you, പക്ഷെ ഒരു വിധവയുടെ ഇൻകം കൊണ്ട് 4 കുഞ്ഞുങ്ങളെ പ്രൊഫഷണൽ ഡിഗ്രീസിൽ വിടുവാൻ എൻ്റെ മമ്മിയെ ദൈവം സഹായിച്ചു. 3 എഞ്ചിനീയറും 1 ഡോക്ടറും. I do not know how it was possible. പുറകോട്ട് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയെന്ന് എനിക്കറിയുന്നില്ല. പക്ഷെ എനിക്ക് ഒരു കാര്യം അറിയാം, പ്രാർത്ഥിക്കുന്ന ഒരു മാതാവ്. ഞാൻ എൻ്റെ മമ്മിയെ നോക്കുമ്പോൾ എപ്പോ രാത്രി എഴുന്നേറ്റാലും രാത്രി പ്രാർത്ഥിക്കുക, കരഞ്ഞു പ്രാർത്ഥിക്കുക. Because at age 38 she lost her the better half. She lost everything that she had. ചില സമയത്ത് എൻ്റെ മമ്മിയുടെ പപ്പയും മമ്മിയും മരിച്ചുപോയ മമ്മി പറഞ്ഞു, ഈ ലോകത്തിൽ എനിക്ക് ആരുമില്ല. മമ്മിയുടെ കണ്ണുനീര് കാണുമ്പോൾ ഞാൻ ചെന്നൈയിലും ഞങ്ങളൊക്കെ പഠിക്കാൻ പോകുമ്പോഴൊക്കെ ഞങ്ങൾ വഴിതെറ്റി പോകാതെ ഇരുന്നത് ആ ഒരു കണ്ണുനീര് പുറകിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. Because her prayers guarded us and ensured us that we would not love the world and go with the world. ഞാൻ ഇന്നത്തെ കഥയെന്ന് പറഞ്ഞുകൊള്ളട്ടെ. ഇന്ന് എൻ്റെ 2 സഹോദരന്മാർ അമേരിക്കയില്, ഒരു സഹോദരിയുണ്ട്. She is in UK. I do not know how, but I can tell you it is the Lord's doing. It was Lord who brought us. ഇന്ന് എന്നെ കേൾക്കുന്ന അനേകർ, I know you guys are in your own journey. We are all different. We may have problems. പക്ഷെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, your problem is unique. നിങ്ങൾക്ക് ഉള്ള പ്രശ്നം വേറൊരാൾക്കില്ല. ഞാൻ അന്ന് ചോദിച്ചിട്ടുണ്ട്, കർത്താവേ, എൻ്റെ കൂടെ സൺഡേ സ്കൂൾ പഠിച്ച, എൻ്റെ കൂടെ ആരാധിച്ച ആർക്കുമില്ലാത്ത പ്രശ്നമാണല്ലോ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായത്. 1 സെന്റ് ഭൂമി പോലും, 1 രൂപ പോലും സ്വന്തം കുടുംബത്തിന് കൊടുക്കാതെ എല്ലാം ദൈവത്തിനു വേണ്ടി കൊടുത്ത ആ ദൈവദാസന്റെ മക്കൾ ഇങ്ങനായി പോയല്ലോ. ഫുജറയില് ഇങ്ങനാണല്ലോ എൻഡ് ഓഫ് സ്റ്റോറി എന്ന് ഞാൻ ചിന്തിച്ച സമയമുണ്ട്. പക്ഷെ അതല്ലായിരുന്നു എൻ്റെ ദൈവം. He knows the end from the beginning. We cannot see our tomorrow. You might have a very unique problem today, but I want to tell you, it is Lord who can change our stories. He can make things beautiful. Maybe you have a scar that when people look at you, when people look, see you, the scar is so evident. When we look into the mirror, ഞാൻ ഒരു ബൈബിളിൽ നിന്നൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, David has 7 brothers. David had 2 sisters. None of them had to face the challenge. None of them had to face the problems that he had to face. കരടി, സിംഹം, ഗോലിയാത്ത്, ഗുഹയ്ക്കകത്ത് അനേക രാത്രികൾ, അനേക ദിനങ്ങൾ പേടിച്ച് ഓടിയ അവസ്ഥകളുണ്ട്. ആർക്കും ജീവൻ ഇത്രയും none of them had to run for their lives as much as David had. എനിക്ക് ഭയങ്കര അതിശയം തോന്നിയ ഒരു കാര്യമുണ്ട്. ദാവീദിന്റെ 3 സഹോദരന്മാരെന്ന് തോന്നുന്നു, they were in the army. പക്ഷെ അവർ അനുഭവിക്കുന്ന കാട്ടിൽ വേദന, a civilian like David had to bear. He had to run. He had more enemies than his brothers who were soldiers. All his brothers
അവരുടെ പിതാവിന്റെ മധ്യത്തിൽ അവർക്കൊക്കെ they were all prominent. He was a nobody even in the sight of his father. ഞാൻ ഡേവിഡിനെ തന്നെ ചേർന്നൊരു കാര്യം പറഞ്ഞു കൊള്ളട്ടെ നമുക്ക്. Just please come with me to that day when he is facing Goliath. ദാവീദിന്റെ ഗോലിയാത്തിന്റെ മുന്നിൽ നിന്ന് ആ ദിവസത്തിലേക്ക് ചിന്തകൾ നമുക്കൊന്ന് കൊണ്ടുവരാം. ഗോലിയാത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ തന്നെ ഗോലിയാത്തിന്റെ മുന്നിൽ നിൽക്കുന്ന വേറെ രണ്ടുപേരുണ്ട്. ഏലിയാബ്, ദാവീദിന്റെ എൽഡർ ബ്രദർ ഏലിയാബ്. അതുപോലെ തന്നെ നിൽക്കുന്ന വേറൊരാളാ സോൾ. My Bible, 1 Samuel chapter 9 says, and chapter 9 verse 2 says, Saulന്റെ physical appearance chapter 9 2-ൽ പറയുന്നു. ഞാൻ തന്നെ വായിക്കാം. The last part of verse 2 says, his shoulders, and he was much higher than any other Israelite. ബാക്കിയുള്ള ഇസ്രായേൽ മക്കളെ കാട്ടിൽ ഹൈറ്റുള്ള ഒരു ആളായിരുന്നു സോൾ, the king of Israel. ദാവീദിനെ കാട്ടിൽ യുദ്ധം ചെയ്ത വർഷങ്ങൾ ഉണ്ടായിരുന്ന സോളിന്റെ ആർമിയിൽ ഉണ്ടായിരുന്ന ജ്യേഷ്ഠ സഹോദരൻ ഏലിയാബ് ആൻഡ് ഡേവിഡ്. 3 പേരുടെയും മുന്നിൽ ഒരേ പ്രശ്നം, ഗോലിയാത്ത്. 3 പേർക്കും ഒരേ എനിമിയായിരുന്നു ഗോലിയാത്ത്. പക്ഷേ we see, even though the physical attribute was in favor of Saul, സോളിന് കുറെ കൂടെ ഹൈറ്റ്, എല്ലാ ഇസ്രായേൽ മക്കളെ കാട്ടിൽ ഹൈറ്റുള്ള സോളിന് ഇച്ചിരൂടെ ഒരു he had better leverage. However, we see അവര് 3 പേരും പ്രശ്നത്തിന്റെ മുന്നിൽ, അവര് മറ്റേ ഏലിയാബും സോളും പ്രശ്നത്തെ കണ്ട് പതറിയപ്പോൾ ദാവീദിന് he did not look at Goliath's height. He did not look at the army behind Goliath. He did not look at the number of years he was a soldier. Saul, ആ കഥ വായിക്കുമ്പോൾ നമുക്കറിയാം സോള് കണ്ടത് ജനിച്ചപ്പം മുതൽ അവൻ Goliath was a soldier എന്ന് പറഞ്ഞ് ദാവീദിനെ ഡിസ്കറേജ് ചെയ്യുന്ന സോൾ. So when Saul saw a soldier in Goliath, but God, what David saw, ഡേവിഡ് കണ്ടത് വേറൊരു കാര്യമാ. ദാവീദ് അവിടെ നിന്ന് ഓർത്ത ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ എന്നെ സഹായിച്ച എന്റെ ദൈവം, കരടിയുടെ മുന്നിലും സിംഹത്തിന്റെ മുന്നിലും എന്നെ സഹായിച്ച എന്റെ ദൈവം. അവിടെയാ ഫോക്കസ് വ്യത്യാസം വന്നത്. When you go through, when each of you, I do not know what you are going through today, I do not know what you went through yesterday, but I want to tell you, do not be ashamed. Do not be ashamed of your story. God has a specific plan. God has a purpose for that, for making you go through that valley of shadow, for making you go through that dark moments in your life, so that you will hear things differently, you will see things differently, even though you will have people with you, your church members with you, your pastors with you, and all the others with you, but God will use you. And that's where we see the David that killed 10,000s എന്ന് പറഞ്ഞത്. പിന്നത്തേതിൽ അവന്റെ ജീവിതത്തിൽ കേൾക്കുവാൻ കഴിഞ്ഞത് ജീവിതത്തിൽ മുന്നിൽ വന്ന കരടിയും സിംഹവും ബലപ്പെടുത്തിയ ആ ദിവസങ്ങൾ. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ പ്രയാസങ്ങൾ ഓർത്ത് നമ്മൾ തളരാതെ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. നിങ്ങളെ ഓരോരുത്തരും ദൈവം ബലപ്പെടുത്തുമാറാകട്ടെ. ഒരു ചെറിയ പോയം മാത്രം ഞാൻ വായിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. I just want to read this out because this has helped me in the past. When God wants to make a man, ഇത് ഒരു 20 വർഷം മുന്നേ ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുമ്പോൾ I heard it from a senior, and I quickly noted it down. നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് ഇത് കാണാൻ കഴിയും. I do not know the author, and hence I am not going to tell his name because it says author unknown. When God wants to make a man, when God wants to drill a man and thrill a man and skill a man, when God wants to mold a man to play the noblest part, when he yearns with all his heart to create so great and bold a man that all the world shall be amazed, watch his methods, watch his ways, how he ruthlessly perfects whom he royally elects, how he hammers him and hurts him, and with mighty blows converts him
into trail shapes of clay which only God understands, while his tortured heart is crying, and he lifts beseeching hands, how he bends but never breaks, when his good he undertakes, how he uses whom he chooses, and with every purpose fuses him, by every act induces him to try his splendor out. God knows what he is about. Hallelujah. ഈ വാക്കുകളായി ഞാൻ ദൈവം നിങ്ങളെ ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ